ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള PSC ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ സി, ശ്രീ ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി, ഷാജി എൻ കരുൺ. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഷാജി എൻ കരുൺ. 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് നടി ശാരദയ്ക്കാണ്. ഓർത്തു വയ്ക്കുക, 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശാരദയ്ക്കാണ്. ISROയുടെ പുതിയ ചെയർമാൻ ആര്? ഓപ്ഷൻ ബി, ഡോക്ടർ വി നാരായണൻ. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? ഓപ്ഷൻ ഡി, KG ശങ്കരപിള്ള. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? KG ശങ്കരപിള്ള. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവനാണ്. ഓർത്തു വയ്ക്കുക, 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് SK വസന്തനാണ്. ഓർത്തു വെച്ചോണേ, 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് SK വസന്തനാണ്. SK വസന്തൻ ഓർത്തു വെച്ചോണേ. 2023, 24, 25 വർഷങ്ങളിലെ ഓർത്തു വെച്ചോണം കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ്? 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? KG ശങ്കരപിള്ള. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് SK വസന്തൻ. മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആര്? ഓപ്ഷൻ സി, മമ്മൂട്ടി. മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആര്? ഓപ്ഷൻ സി, മമ്മൂട്ടി. ഇത് ഓർത്ത് വെക്കാനായിട്ടുള്ള എൻ്റെ ക്ലൂ ആണ്. അതായത് മമ്മൂട്ടി മോഹൻലാൽ ഫാൻസ് ഉണ്ടല്ലോ, അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മമ്മൂട്ടീനെയാണ്. അങ്ങനെയാണ് ഞാനിത് ഓർത്ത് വെക്കുന്നത്. പിന്നെ ഞാൻ കോട്ടയംകാരിയാണ്. അപ്പോൾ MG യൂണിവേഴ്സിറ്റി ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഞാനിത് ഓർത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളും എന്തെങ്കിലും ക്ലൂ ഒക്കെ വെച്ച് എല്ലാ ക്വസ്റ്റ്യൻസും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ. ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി ഏത്? ഓപ്ഷൻ ബി, ഓപ്പറേഷൻ തൂഫാൻ. ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി ഏത്? ഓപ്പറേഷൻ തൂഫാൻ. ഇപ്പം ന്യൂസ് ചാനലിലൊക്കെ ആണെങ്കിൽ എപ്പോഴും തൂഫാനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓപ്പറേഷൻ തൂഫാനെ പറ്റിയിട്ട് എപ്പോഴും തന്നെ ന്യൂസ് ചാനലിലൊക്കെ കേൾക്കാം. അപ്പം അങ്ങനെ ഇത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. കേരള മുഖ്യമന്ത്രി VD സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? ഓപ്ഷൻ ബി, പറവൂർ. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? പറവൂർ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ ഡി, ശ്രീ K മുരളീധരൻ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ K മുരളീധരൻ. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒരു V മുരളീധരൻ ഉണ്ട് കേട്ടോ. അത് തമ്മിൽ കൺഫ്യൂഷനായി പോകരുത്. ഒരു ക്ലൂ പറഞ്ഞുതരാൻ ഓർത്ത് വയ്ക്കാനായിട്ട്. മുൻ മുഖ്യമന്ത്രി K കരുണാകരൻ്റെ മകനാണ് K മുരളീധരൻ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, മുൻ മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരൻ്റെ മകനാണ് K മുരളീധരൻ. അപ്പം K കരുണാകരൻ്റെ മകൻ എന്തായാലും K മുരളീധരനല്ലേ വരുള്ളൂ. അപ്പോൾ എന്താണ്? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ K മുരളീധരൻ കേട്ടോ.
അപ്പോൾ എന്താണ്, കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ, കെ മുരളീധരൻ. അതുപോലെ കേരളത്തിൻ്റെ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാലും കെ മുരളീധരൻ. ഓക്കെ, ഇവിടെ ഇങ്ങനെയാണ് ചോദിച്ചത്, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണെന്ന്. അതാരാണ്, ശ്രീ കെ മുരളീധരൻ. മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി പറവൂർ. മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം താഴെ പറയുന്നവയിൽ ഏതാണ്? പറവൂർ. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ഡാഷ്. ഓപ്ഷൻ എ ആർ വെങ്കട്ടരമണി. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരായിരുന്നു? ആർ വെങ്കട്ടരമണി. ഇപ്പോഴും നിലവിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണിയാണ് കേട്ടോ, ഓർത്ത് വെച്ചോണം. നിലവിലെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണിയാണ്. 2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ഡാഷ്. ഓപ്ഷൻ എ ജ്ഞാനേഷ് കുമാർ. 2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ജ്ഞാനേഷ് കുമാർ. ഇപ്പോഴത്തെ നിലവിലെ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ഈ ജ്ഞാനേഷ് കുമാർ തന്നെയാണ് കേട്ടോ. ഓക്കെ, 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആര്? ഓപ്ഷൻ ബി ഹർമൻ പ്രീത് കൗൾ. 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആര്? ഹർമൻ പ്രീത് കൗൾ. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഓപ്ഷൻ ഡി മോഹൻലാൽ. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതാർക്ക്? മോഹൻലാലിന്. മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനിന്റെ പേരെന്ത്? ഓപ്ഷൻ ബി എൻ്റെ കേരളം എന്നും സുന്ദരം. മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനിന്റെ പേരെന്ത്? എൻ്റെ കേരളം എന്നും സുന്ദരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആര്? ഓപ്ഷൻ എ ശുഭാംശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ യാത്രികനാര്? ശുഭാംശു ശുക്ല. 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുത്വ തരംഗങ്ങൾ ഗ്രാവിറ്റേഷണൽ വേവ്സ് സാധാരണമായി ഉണ്ടാകുന്നത് താഴെ പറയുന്ന ഏത് പ്രതിഭാസത്തിലൂടെയാണ്? ഓപ്ഷൻ സി ബ്ലാക്ക് ഹോളുകളുടെ ലയനം. 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുത്വ തരംഗങ്ങൾ ഗ്രാവിറ്റേഷണൽ വേവ്സ് സാധാരണമായി ഉണ്ടാകുന്നത് താഴെ പറയുന്ന ഏത് പ്രതിഭാസത്തിലൂടെയാണ്? ബ്ലാക്ക് ഹോളുകളുടെ ലയനം. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആര്? ഓപ്ഷൻ ബി ഉസ്മാൻ ഡംബലെ. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആര്? ഉസ്മാൻ ഡംബലെ. 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം? ഓപ്ഷൻ ഡി ഫ്രാൻസ്. 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഫ്രാൻസ്. 2025 G7 ഉച്ചകോടി നടന്നത് കാനഡയിലാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. 2025 G7 ഉച്ചകോടി നടന്ന രാജ്യം കാനഡയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം? ഓപ്ഷൻ ഡി കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വർ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വർ. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം? ഓപ്ഷൻ എ ദീപാവലി. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ദീപാവലി. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനെതിരായി
ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ്റെ പേര്? ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സിന്ദൂർ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനെതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ. 2025 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിൻ്റെ പ്രധാന ഉപയോഗം എന്താണ്? ഓപ്ഷൻ ഡി കാലാവസ്ഥാ നിരീക്ഷണം. 2025 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിൻ്റെ പ്രധാന ഉപയോഗം എന്താണ്? കാലാവസ്ഥാ നിരീക്ഷണം. 2025 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി കായിക താരം ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ പി മാളവിക. 2025 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരം ഇവരിൽ ആരാണ്? പി മാളവിക. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? ഓപ്ഷൻ ബി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻ എ ദിയ ബിനു പുളിക്കക്കണ്ടം. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദിയ ബിനു പുളിക്കക്കണ്ടം. 2026 ഫിഫ ലോകകപ്പ് വേദി? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം 1, 2, 3, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ. 2026 ഫിഫ ലോകകപ്പ് വേദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ. ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? ഓപ്ഷൻ എ ഐഹിക മുഖർജി. ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? ഐഹിക മുഖർജി. 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? ഓപ്ഷൻ ഡി ഐതാന ബോൺമതി. 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? ഐതാന ബോൺമതി. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളം നേടിയത് ആര്? ഓപ്ഷൻ ബി അഖിൽ പി ധർമ്മജൻ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളം നേടിയത് ആര്? അഖിൽ പി ധർമ്മജൻ. 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആര്? ഓപ്ഷൻ ഡി ജസ്റ്റിസ് BR ഗവായ്. 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആര്? ജസ്റ്റിസ് BR ഗവായ്. നിലവിലെ, അതായത് 53ാമത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ഓർത്തു വയ്ക്കുക, ഇന്ത്യയുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. അതായത് ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ഓർത്തു വെച്ചോണം, ഇന്ത്യയുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. അതായത് ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി? ഓപ്ഷൻ എ റേംഗ്ല ഒഡിങ്ങ. ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി റേംഗ്ല ഒഡിങ്ങ. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താഴെ പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ എ അജിത് ഡോവൽ. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താഴെ പറയുന്നവരിൽ ആരാണ്? അജിത് ഡോവൽ. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അങ്കൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം? ഓപ്ഷൻ എ ചിറ്റൂർ. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അങ്കൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം ചിറ്റൂർ. സാമ്പത്തിക ധനകാര്യ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി RBI ഡേറ്റ.
സാമ്പത്തിക ധനകാര്യ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? RBI ഡേറ്റ. തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി, എല്ലാ പ്രസ്താവനകളും ശരി. ശരിയായ പ്രസ്താവനകൾ: പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ 6-നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പുതിയ പാമ്പൻ പാലം. നീളം 2.07 കിലോമീറ്റർ ആണ്. തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ 6-നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പുതിയ പാമ്പൻ പാലം. നീളം 2.07 കിലോമീറ്റർ ആണ്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഓപ്ഷൻ സി, ഇന്ത്യ. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം റഷ്യയാണ്. 2025 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ബ്രസീലാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. 2024-25 വർഷവും കൂടെ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാൻ ഇത് മൂന്നും 2024, 2025, 2026 വർഷങ്ങളിൽ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ ഓർത്ത് വയ്ക്കാൻ ഒരു കോഡും കൂടെ പറഞ്ഞുതരാം. കോഡ് ഇതാണ്: RBI 24, 25, 26 ഓർത്ത് വയ്ക്കുക. അതായത് 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം റഷ്യയാണ്. റഷ്യ. 2025 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ബ്രസീൽ. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. അപ്പോൾ കോഡ് ഓർത്ത് വയ്ക്കുക. 2024, 2025, 2026 വർഷങ്ങളിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ: RBI 24, 25, 26. അതായത് 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം റഷ്യ. 2025 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ബ്രസീൽ. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യ. ഓക്കെ. ചാന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി. ഓപ്ഷൻ സി, 23 ഓഗസ്റ്റ് 2023. ചാന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി 23 ഓഗസ്റ്റ് 2023. 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രമേത്? ഓപ്ഷൻ ബി, തന്തപ്പേര്. 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രമേത്? തന്തപ്പേര്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരെന്താണ്? ഓപ്ഷൻ സി, വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരെന്താണ്? വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? ഓപ്ഷൻ സി, സഞ്ജു സാംസൺ. 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? സഞ്ജു സാംസൺ. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാം? ഓപ്ഷൻ എ, ജസ്പ്രീത് ബുംറ, വിരാട് കോഹ്ലി. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ട
കായിക താരങ്ങൾ ആരെല്ലാം? ജസ്പ്രീത് ബുംറ, വിരാട് കോഹ്ലി. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദി സീരീസ് ജസ്പ്രീത് ബുംറ ആയിരുന്നു. പ്ലെയർ ഓഫ് ദി മാച്ച് വിരാട് കോഹ്ലി ആയിരുന്നു. ഓക്കെ. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം. ഓപ്ഷൻ എ ഓപ്പറേഷൻ ഗംഗ. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ ഗംഗ. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി. ഓപ്ഷൻ സി റഷ്യ. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി റഷ്യ. ചരക്ക് സേവന നികുതിയിൽ GST ഉണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? ഓപ്ഷൻ ബി 12%, 28%. ചരക്ക് സേവന നികുതിയിൽ ഉണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? 12%, 28%. താഴെ തന്ന പേരുകളിൽ നിന്ന് 2025 ഊർജ തന്ത്രത്തിന് നോബൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. ഓപ്ഷൻ ബി ജോൺ എം മാർട്ടിനസ്. താഴെ തന്ന പേരുകളിൽ നിന്ന് 2025 ഊർജ തന്ത്രത്തിന് നോബൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. ജോൺ എം മാർട്ടിനസ്. 2023 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് സംവരണം. 2023 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് സംവരണം. 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? ഓപ്ഷൻ ബി 40. 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? 40%. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസി ഏത്? ഓപ്ഷൻ എ കിൻഫ്ര. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസി ഏത്? കിൻഫ്ര. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആര്? ഓപ്ഷൻ ഡി വിജയ കിഷോർ രഹത്കർ. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആര്? വിജയ കിഷോർ രഹത്കർ. അറ്റോമിക് എനർജി റെഗുലേറ്റിംഗ് ബോഡി ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? ഓപ്ഷൻ സി AK ബാലസുബ്രഹ്മണ്യൻ. അറ്റോമിക് എനർജി റെഗുലേറ്റിംഗ് ബോർഡിന്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? AK ബാലസുബ്രഹ്മണ്യൻ. ആദ്യ സൂര്യപഠന ദൗത്യം. ഓപ്ഷൻ ബി ആദിത്യ L1. ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യം ആദിത്യ L1. ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ? ഓപ്ഷൻ എ നാസ ISRO. ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ? നാസ ISRO. ആ നിസാർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ നാസ ISRO എന്ന് കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ അത് ഓർത്ത് വെച്ചാൽ മതിയേ. 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടത്? ഓപ്ഷൻ സി 21 ലക്ഷം. 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സിൽ താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടത്? 21 ലക്ഷം. 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലെയ്ഡ് 1 സ്ട്രെയിനിന്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? ഓപ്ഷൻ ബി UAE. 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട
എംപോക്സ് ക്ലേഡ് 1 സ്ട്രെയിനിൻ്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? UAE. 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് അമീബയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ സി നെഗ്ലേറിയ ഫൗലേറി. 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് അമീബയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? നെഗ്ലേറിയ ഫൗലേറി. 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏത് മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? ഓപ്ഷൻ ബി റെസിപ്രി ഫ്രഷ് TR മരുന്ന്. 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏത് മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? റെസിപ്രി ഫ്രഷ് TR മരുന്ന്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്. അപ്പോൾ നിലവിലെ റവന്യൂ മന്ത്രി AP അനിൽകുമാറാണ്. അപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? AP അനിൽകുമാർ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി ആയിരിക്കും കേട്ടോ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി ആയിരിക്കും. അപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ, ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി VD സതീശനാണ്. അതും കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാന് കേരള മുഖ്യമന്ത്രിയായ VD സതീശനാണ്. ഓക്കെ. കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി K എബ്രഹാം മാത്യു. നിലവിലെ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആരാണ്? K എബ്രഹാം മാത്യു. 2023 രസാന്തര നോബൽ പുരസ്കാരത്തിന് 3 ശാസ്ത്രജ്ഞന്മാർ അർഹരായി. ഏത് കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ ഡി ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും സമന്വയത്തിനും. 2023 രസാന്തര നോബൽ പുരസ്കാരത്തിന് 3 ശാസ്ത്രജ്ഞന്മാർ അർഹരായി. ഏത് കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും സമന്വയത്തിനും. നോബൽ പുരസ്കാരങ്ങൾ 2022 മുതൽ 2025 വരെയുള്ളത് ഫുള്ള് ഡീറ്റെയിൽസ് പഠിക്കണേ. അതായത് ആർക്കൊക്കെയാണ് കിട്ടിയെന്നും ഏത് കണ്ടുപിടുത്തത്തിനാണ് കിട്ടിയെന്നും. ഇനി അത്രയും പഠിച്ചാൽ ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ 2024, 2025 വർഷങ്ങളിൽ കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. 10th ലെവലിന് 2024-25 കൂടുതൽ ചോദിക്കാൻ സാധ്യത. എന്നാലും ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെയുള്ള എക്സാംസ്. അപ്പോൾ അതിന് 2022 മുതൽ 2025 വരെ പഠിക്കണം. ഓക്കെ. ചരിത്രകാരൻ MGS നാരായണനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ചെയർമാൻ ആയിട്ടുണ്ട്. പെരുമാൾസ് ഓഫ് കേരള എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. 2025 ഏപ്രിൽ 26 അന്തരിച്ചു. പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ചെയർമാനായിട്ടുണ്ട്. പെരുമാൾസ് ഓഫ് കേരള എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. 2025 ഏപ്രിൽ 26 അന്തരിച്ചു. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആര്? ഓപ്ഷൻ എ വിക്രം മിശ്രി. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആര്? വിക്രം മിശ്രി. 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോററ്റ്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏതു പുരസ്കാരം? ഓപ്ഷൻ ഡി നോബൽ സമ്മാനം ഭൗതിക ശാസ്ത്രത്തിൽ. 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോററ്റ്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏതു പുരസ്കാരം? നോബൽ സമ്മാനം ഭൗതിക ശാസ്ത്രത്തിൽ. ഓർത്ത് വയ്ക്കുക, 2025 ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് 3 പേർക്കാണ്. ആർക്കൊക്കെയാണ്? ജോൺ ക്ലാർക്ക്,
മൈക്കൽ ഡെവോററ്റ്, ജോൺ മാർട്ടിനസ്. 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ഓപ്ഷൻ സി മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? ഓപ്ഷൻ ഡി എൽദോസ് പോള്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? എൽദോസ് പോള്. 2023 55ാം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായതാര്? ഓപ്ഷൻ എ മോഹൻലാൽ. 2023 55ാം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആര്? മോഹൻലാൽ. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഓപ്ഷൻ എ ജസ്റ്റിസ് സൂര്യകാന്ത്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ജസ്റ്റിസ് സൂര്യകാന്ത്. ിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളിൽ ഏതാണ് ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ചത്? ഓപ്ഷൻ ഡി EOS 09. താഴെ കൊടുത്തിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളിൽ ഏതാണ് ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ചത്? EOS 09. നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏതു വർഷത്തെ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നു? ഓപ്ഷൻ സി 2025. യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏതു വർഷത്തെ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നു? 2025. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ ബി കെ അരവിന്ദാക്ഷൻ. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷന്. 2024 ഒളിമ്പിക്സ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? ഓപ്ഷൻ ഡി സീൻ നദി. 2024 ഒളിമ്പിക് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? സീൻ നദി. ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? ഓപ്ഷൻ ബി മഹാരാഷ്ട്ര. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? മഹാരാഷ്ട്ര. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ സി ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. അടുത്തിടെ മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ടാൻസാനിയ. അടുത്തിടെ മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ടാൻസാനിയ. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ ബി കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയും പ്രോട്ടീൻ ഘടനാ പ്രവചനം. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയും പ്രോട്ടീൻ ഘടനാ പ്രവചനം. 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ഓപ്ഷൻ ബി ജെമീമ റോഡ്രിഗസ്. 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ജെമീമ റോഡ്രിഗസ്. കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? ഓപ്ഷൻ എ 2025 നവംബർ 1. കേരളം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 2025 നവംബർ 1. 2026-27 കേരള സംസ്ഥാന ബജറ്റ് 2025 നവംബർ മുതൽ ഏത് ഭരണസമിതിക്കാണ് പ്രതിമാസം 1000 രൂപ ഗ്രാന്റ് നടപ്പാക്കിയത്? ഓപ്ഷൻ ബി കുടുംബശ്രീ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികൾ. 2026-27 കേരള സംസ്ഥാന ബജറ്റ് 2025 നവംബർ മുതൽ ഏത് ഭരണസമിതിക്കാണ് പ്രതിമാസം 1000 രൂപ ഗ്രാന്റ് നടപ്പാക്കിയത്? കുടുംബശ്രീ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികൾക്ക്. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറിയായി നിയമിച്ചത് ആരെയാണ്? ഓപ്ഷൻ ബി പീയൂഷ് ഗോയൽ. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറിയായി നിയമിച്ചത് ആരെയാണ്? പീയൂഷ് ഗോയലിനെ. 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ഓപ്ഷൻ ബി മഹേന്ദ്ര സിംഗ് ധോണി. 2025 ജൂണിൽ
ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണി. എൻ്റെ ക്രിക്കറ്റിലെ ഫാനായിരുന്നു കേട്ടോ മഹേന്ദ്ര സിംഗ് ധോണി. ഞാൻ ധോണിയുടെ വലിയ ഫാനായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഓർത്ത് വയ്ക്കും. ഓക്കെ, 16ാം ധനകാര്യ കമ്മീഷനെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. ഓപ്ഷൻ സി 1, 2 ഇവ രണ്ടും, ഈ രണ്ട് പ്രസ്താവനകൾ ശരിയാണ്. അതായത് അരവിന്ദ് പനഗരിയാണ് ചെയർപേഴ്സൺ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 280 പ്രകാരമാണ് കമ്മീഷൻ രൂപീകരിച്ചത്. നമുക്കിവിടെ കറണ്ട് അഫയേഴ്സ് ആണല്ലോ, അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കുക 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ, അതായത് നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക 16ാം ധനകാര്യ കമ്മീഷൻ, അതായത് ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ ചെയർപേഴ്സൺ അരവിന്ദ് പനഗരിയാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് കൂടെ ഓർത്ത് വെച്ചു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 280 പ്രകാരമാണ് ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചത്. അത് GK സെക്ഷനിൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ ശ്രീ K സോമപ്രസാദ്. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ശ്രീ K സോമപ്രസാദ്. 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ ബി നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ NDC. 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി ഏത്? നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ NDC. 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായിക താരം ആരാണ്? ഓപ്ഷൻ സി PR ശ്രീജേഷ്. 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായിക താരം ആരാണ്? PR ശ്രീജേഷ്. പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ലോക് ഭവൻ. ഓർത്ത് വെച്ചോണേ, ഇമ്പോർട്ടൻ്റ് ആണ്. പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത് ലോക് ഭവൻ എന്നാണ്. നീതി ആയോഗിന്റെ ഭരണപരിഷ്കരണ വിഭാഗം വിവിധ മേഖലകളിലെ ഭരണത്തിൽ ദീർഘകാലവും വ്യവസ്ഥാപിതവുമായ പരിവർത്തനത്തിന് ഉത്തരവാദിയാണ്. 2047 ഡാഷ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിർണായകമായ ഘടനാപരവും പരസ്പര വിരുദ്ധമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനായി 2025 ഏപ്രിൽ 3 ഈ വിഭാഗം സ്ഥാപിതമായി. ഓപ്ഷൻ എ വികസിത് ഭാരത്. നീതി ആയോഗിന്റെ ഭരണപരിഷ്കരണ വിഭാഗം വിവിധ മേഖലകളിലെ ഭരണത്തിൽ ദീർഘകാലവും വ്യവസ്ഥാപിതവുമായ പരിവർത്തനത്തിന് ഉത്തരവാദിയാണ്. 2047 ഡാഷ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിർണായകമായ ഘടനാപരവും പരസ്പര വിരുദ്ധമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനായി 2025 ഏപ്രിൽ 3 ഈ വിഭാഗം സ്ഥാപിതമായി. ഏത് വിഭാഗമാണ്? വികസിത് ഭാരത്. വികസിത് ഭാരത് സ്ഥാപിതമായതെന്നാണ് 2025 ഏപ്രിൽ 3. അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യമാണ്? ഓപ്ഷൻ ബി ഇന്ത്യ. അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യമാണ്? ഇന്ത്യ. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് എപ്പോഴാണ്? ഓപ്ഷൻ ബി ഏപ്രിൽ 2023. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് എപ്പോഴാണ്? ഏപ്രിൽ 2023. 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം? ഓപ്ഷൻ ഡി ഇറ്റലി മിലാനോ കോർട്ടീന. 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം ഇറ്റലിയിലെ മിലാനോ കോർട്ടീന. 2026 ഓസ്കാർ അവാർഡിന് അർഹമായ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത്? ഓപ്ഷൻ ബി വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. 2026 ഓസ്കാർ അവാർഡിന് അർഹമായ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായതേത്? ഓപ്ഷൻ ബി 3, 4. ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: വിശിഷ്ട അതിഥികളായി മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല. 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട
പ്രസ്താവനയിൽ ശരിയായത്. വിശിഷ്ടാതിഥികളായി മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല. 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം ആയിരുന്നു. 25 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? ഓപ്ഷൻ ഡി സോമാലിയ. 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? സോമാലിയ. ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു? ഓപ്ഷൻ ബി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു? ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആര്? ബിശ്വനാഥ് സിൻഹ. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയാണ്. ഓർത്തു വെച്ചോണേ. ISROയുടെ പുതിയ ചെയർമാൻ ആര്? ഓപ്ഷൻ ബി ഡോക്ടർ വി നാരായണൻ. ISROയുടെ പുതിയ ചെയർമാൻ ആര്? വി നാരായണൻ. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? PC വിഷ്ണുനാഥ്. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥാണ്. ഓർത്തു വെച്ചോണേ. ഇപ്പോഴത്തെ പുതിയ മന്ത്രിമാരും വകുപ്പുകളും പ്രത്യേകം പഠിച്ചോണം കേട്ടോ. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. അപ്പോൾ ഇപ്പോഴത്തെ കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? PC വിഷ്ണുനാഥ്. 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആര്? ഓപ്ഷൻ ബി മോഹൻലാൽ. 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആര്? മോഹൻലാൽ. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത്? ഓപ്ഷൻ സി ദിവ്യ ദേശ്മുഖ്. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ്. ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര്? ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര്? ഓപ്പറേഷൻ സിന്ദൂർ. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം? ഓപ്ഷൻ എ ഇന്ത്യ. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഇന്ത്യ. ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര്? ഓപ്ഷൻ ബി ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര് ഗഗൻയാൻ. ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ ഡി മറിയ കൊറീന. ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? മറിയ കൊറീനയ്ക്ക്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി? ഓപ്ഷൻ സി CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 2028 ഒളിമ്പിക്സ് വേദി? ഓപ്ഷൻ എ ലോസ് ആഞ്ചലസ്. 2028 ഒളിമ്പിക്സ് വേദി ലോസ് ആഞ്ചലസ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം? ഓപ്ഷൻ ബി വിഴിഞ്ഞം. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം വിഴിഞ്ഞം. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക? ഓപ്ഷൻ ഡി 2, 4, 5 ശരി. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹരായവർ: മേരി ഇ ബ്രാൻകോവ്, ഫ്രെഡ് റാംസഡല്, ഷിമോൺ സഗാകുച്ചി. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹരായവർ: മേരി ഇ ബ്രാൻകോവ്, ഫ്രെഡ് റാംസഡല്, ഷിമോൺ സഗാകുച്ചി. ഇസ്രയേൽ പാലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനമേത്? ഓപ്ഷൻ സി ഓപ്പറേഷൻ അജയ്. ഇസ്രയേൽ പാലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനമേത്? ഓപ്പറേഷൻ അജയ്. 49ാമത് വയലാർ സാഹിത്യ അവാർഡ് 2025 നേടിയ തപോമയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചതാര്? ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാർ. 49ാമത് വയലാർ സാഹിത്യ അവാർഡ് 2025 നേടിയ തപോമയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചതാരാണ്? ഇ സന്തോഷ് കുമാർ. 2024 വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അശോകൻ ചെരുവിലിനാണ്. ഓർത്തു വെച്ചോണം. 2024 വയലാർ സാഹിത്യ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അശോകൻ ചെരുവിലിനാണ്. കൃതി കാട്ടൂർ കടവ്. കാട്ടൂർ കടവ്.
ഓർത്ത് വയ്ക്കുക. 2024 വയലാർ സാഹിത്യ അവാർഡ് അശോകൻ ചെരുവിലിനാണ് ലഭിച്ചിരിക്കുന്നത്. കൃതി കാട്ടൂർ കടവ്. 2023 വയലാർ സാഹിത്യ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിക്കാണ്. കൃതി ജീവിതം ഒരു പെണ്ടുലം. 2023 വയലാർ സാഹിത്യ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിക്കാണ്. കൃതി ജീവിതം ഒരു പെണ്ടുലം. വയലാർ സാഹിത്യ അവാർഡൊക്കെ 2023, 24, 25 വർഷത്തിലെ ഓർത്ത് വെച്ചോണേ. ഓക്കെ, ഒന്നുകൂടി പറയാം. വയലാർ സാഹിത്യ അവാർഡ് 2023 ലഭിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിക്കാണ്. കൃതി ജീവിതം ഒരു പെണ്ടുലം. വയലാർ സാഹിത്യ അവാർഡ് 2024 ലഭിച്ചത് അശോകൻ ചെരുവിലിനാണ്. കൃതി കാട്ടൂർ കടവ്. 2025 വയലാർ സാഹിത്യ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇ സന്തോഷ് കുമാറിനാണ്. കൃതി തപോമയുടെ അച്ഛൻ. എഴുത്തച്ഛൻ അവാർഡ്, വയലാർ അവാർഡ് ഇതൊക്കെ പഠിക്കുമ്പം 2023 മുതലുള്ളത് പഠിക്കുക കേട്ടോ. 2023, 24, 25 വർഷങ്ങളിലെ പഠിച്ചു വയ്ക്കുക. ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആര്? അശോക് ലാഹിരിയാണ്. ഓർത്ത് വയ്ക്കുക. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ അശോക് ലാഹിരി. അശോക് ലാഹിരി. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ അശോക് ലാഹിരി. നീതി ആയോഗിൻ്റെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. ഓർത്ത് വയ്ക്കുക. നീതി ആയോഗിൻ്റെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിധി ചിബറാണ് നിലവിൽ കേട്ടോ. നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിലവിൽ നിധി ചിബറാണ്. നീതി ആയോഗിൻ്റെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിലവിൽ നിധി ചിബറാണ്. നിധി ചിബർ. അപ്പോൾ നീതി ആയോഗ് എന്ന് കേൾക്കുമ്പോൾ 3 പേരെ ഓർത്ത് വയ്ക്കുക. ആരൊക്കെയാണ്? നീതി ആയോഗിൻ്റെ ചെയർമാൻ നരേന്ദ്രമോദി, നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ അശോക് ലാഹിരി, നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിധി ചിബർ. ഓക്കെ. ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ഓപ്ഷൻ ബി KV മനോജ് കുമാർ. ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ സി V നാരായണൻ. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? V നാരായണൻ. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം. ഓപ്ഷൻ ബി ശ്രീജേഷ് PR. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം ശ്രീജേഷ്. 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഏത് സംഘടനയാണ്? നിഹോൺ ഹിഡാൻക്യോ. 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഏത് സംഘടനയാണ്? നിഹോൺ ഹിഡാൻക്യോ. 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തി മരിയ കൊറീന മച്ചാഡോ ആണ്. മറിയ കൊറീന മച്ചാഡോ. മുൻപത്തെ ചോദ്യത്തിൽ പഠിച്ചതാണ്, എന്നാലും ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുവാണ് കേട്ടോ. 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തി ആരാണ്? മരിയ കൊറീന മച്ചാഡോ. മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി. ഓപ്ഷൻ ബി MR രാഘവ വാര്യർ. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി MR രാഘവ വാര്യർ. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാർ. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഇ സന്തോഷ് കുമാർ. 2024 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അശോകൻ ചെരുവിലാണ്. 2023 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ്. മുൻപത്തെ ചോദ്യത്തിൽ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ സന്തോഷ് കുമാർ. 2024 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അശോകൻ ചെരുവിൽ. 2023 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി. 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആര്? ഓപ്ഷൻ സി ജോൺ M മാർട്ടിനസ്. ജോൺ M മാർട്ടിനസിന് 2025 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ജോൺ M മാർട്ടിനസിന് 2025
ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത്. മുൻപ് വായിച്ച ചോദ്യങ്ങളെല്ലാം അത് വ്യക്തമായിട്ട് പഠിച്ചതാണ്, ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആരാണ്? ജോൺ എം മാർട്ടിനസ്. ജോൺ എം മാർട്ടിനസിന് ഭൗതികശാസ്ത്ര പുരസ്കാരം 2025 ലഭിച്ച വ്യക്തിയാണ്. 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവരാണ്, ഓർത്തുവെക്കുക, സുസുമി കിറ്റഗാവ, ഒമർ യാഗി, റിച്ചാർഡ് റോബ്സൺ. ഓർത്തുവെക്കുക, 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവർ ആരൊക്കെയാണ്? സുസുമി കിറ്റഗാവ, ഒമർ യാഗി, റിച്ചാർഡ് റോബ്സൺ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ 2025, 2026 വർഷങ്ങളിൽ പഠിക്കുക. അതുപോലെ തന്നെ എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, ഈ നോബൽ പുരസ്കാരം, അതൊക്കെയാണെങ്കിൽ നോബൽ പുരസ്കാരം 2022 മുതൽ 25 വരെ പഠിക്കുക. വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം ഒക്കെ ആണെങ്കിൽ 2023 to 25, 23, 24, 25 അതെല്ലാം പഠിക്കുക. അപ്പോൾ എല്ലാവരും നാളത്തെ എക്സാമിന് നന്നായിട്ട് തന്നെ പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ സ്റ്റഡി വിൻ PSC VFAക്ക് വേണ്ടിയിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു 100 പേരെങ്കിലും ഉണ്ടെങ്കിലേ ക്ലാസ് എടുക്കത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ബോറടിക്കും, കുറച്ച് പേരെ ഉള്ളെങ്കിലേ. കോഴ്സിൻ്റെ ഫീ 600 രൂപയാണ്. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അറിയിക്കുക എത്രയും പെട്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഓഗസ്റ്റ് 1 തൊട്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം VFAയുടെ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ഒന്നുകൂടി പറയുവാണ്. താങ്ക്